ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്നെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ചിറ്റിപ്പാറയിലോട്ടാണ് ഞാൻ പോകുന്നത്. ഞാനിവനുണ്ട്. അപ്പം നമ്മൾ വന്നതെന്ന് വെച്ചാൽ വട്ടപ്പാറ നെടുമങ്ങാട് റൂട്ട് വഴിയാണ് വന്നത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 13 കിലോമീറ്റർ ഉണ്ട് ചിറ്റിപ്പാറയ്ക്ക്. പോകുന്ന വഴിക്ക് എന്തായാലും എനിക്കൊന്ന് ഇറങ്ങി ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് എന്തായാലും പോകത്തുള്ളൂ. അപ്പോൾ ഇനി നേരെ പോയിട്ട് എവിടെയെങ്കിലും നിർത്തണം, ഫുഡ് കഴിക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ ചിറ്റിപ്പാറ കയറിയിരിക്കുകയാണ്. ഇതാണ് ചിറ്റിപ്പാറത്തെ വ്യൂ. ഈ തേരി നമ്മളിങ്ങനെ കയറി വന്നു. ഇത് അമ്പലമാണ്, ഈ മുകളിൽ കാണുന്നത് അമ്പലമാണ്. വണ്ടി ഇവിടെ വെച്ച് ഇനിയിപ്പം നടന്ന് മുകളിലോട്ട് കയറി ബാക്കി കാഴ്ചകളാണ്. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിലോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകളാണ് ഗൈസ്. ഇതാണ് അമ്പലം, ആയിരവല്ലി ക്ഷേത്രമാണ് ചിറ്റിപ്പാറ. അമ്പലത്തിൻ്റെ സൈഡ് വഴിയുള്ള വഴിയാണ് പോകുള്ളത്. ഫുള്ളെല്ലാം ഉണങ്ങി കരിഞ്ഞിരിക്കാൻ വെയിലടിച്ച്. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കി. നമുക്കിവിടെ നിന്ന് നടന്ന് മുകളിലോട്ട് കയറി നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ആരെങ്കിലും കണ്ട വഴക്ക് പറയുന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇവിടെയെങ്കിലും ആരുമില്ല. ആരെങ്കിലും വരുമോ എന്നൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. ഇതാണ് വ്യൂ. നീ വേണമെങ്കിൽ നമുക്ക് നടന്ന് അങ്ങ് പോവാം, മൊണ്ടയിൽ പോവാം. അവിടെ പോയുള്ള കാഴ്ചകളാണ്. നമുക്ക് അവിടെ കയറി എന്നുള്ള വ്യൂ നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഹലോ ഗായ്സ്, ഏകദേശം നമ്മൾ മുകളിലോട്ട് കയറി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ. എൻ്റെ അമ്മ, അടിപൊളി. എന്ത് ഭംഗിയെന്ന് നോക്കിയേ. നമ്മളാ റോഡാണ് കയറി വന്നത്. അവിടെ കാണുന്ന ആ റോഡാണ് നമ്മൾ കയറി വന്നത്. ഇത്രയും ദൂരെയാണ് നിൽക്കുന്നത്. നമുക്ക് അവിടെ കയറണം. ആ പാറ മണ്ടേ കയറിയിട്ട് അവിടെ ഉള്ള വ്യൂ നോക്കണം. കിതയ്ക്കുന്നു, നല്ല കിതപ്പ്. ആ പാറയും കയറി വന്നപ്പോൾ നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. നല്ല കിതപ്പ്. ഇതിപ്പോൾ നമ്മൾ എത്ര അടി ഉയരത്തിലേക്ക് നിൽക്കണല്ലേ. അവിടെ കോളേജാണ്, അമ്പലം. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നെല്ലിക്ക തന്നെ 3 പേരുണ്ട്. ഒന്ന് പോകെ
വെയിലൊക്കെ ഒന്നോടെ തീട്ടും. വെയില് നല്ല മണ്ടയിലടിക്കും ഉച്ചിരി. നല്ല വെയില്. എന്താ വ്യൂ. നമ്മളില്ല ആ കാണുന്ന പള്ളി, മുസ്ലിം പള്ളിയുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് നമ്മൾ കയറി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. വൈകുന്നേര സമയങ്ങളൊക്കെ ആണെങ്കിൽ നല്ല കാറ്റ്. വൈകുന്നേര സമയങ്ങളാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾ ഒരു 4 മണി ആ സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പോകണം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയുണ്ട്. നമ്മൾ അത്രയും ഹൈറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കുക, ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഉച്ച സമയത്ത് എന്തായാലും വരാതിരിക്കാം, നല്ല വെയിലുണ്ട്. കാറ്റടിക്കുന്നുണ്ട്, എന്നാലും അറിയാൻ പറ്റില്ല വെയിൽ കാരണം. ഞാൻ ആ പാറ മണ്ടയിലൂടെ കയറിയിട്ട് അവിടെയുള്ള ഒന്ന് നോക്കട്ടെ, അവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ, അതുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മണ്ട കയറിയപ്പോൾ ഉള്ള വ്യൂ. ഓക്കെ, കണ്ണിൽ വെയിലടിച്ചിട്ട് എനിക്കൊന്നും കാണാൻ പറ്റണില്ല. ഇവിടെ ഒരുത്താൻ സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുക. കൊള്ളാം കേട്ടോ. വൈകുന്നേര സമയങ്ങളാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.